ആ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചു എന്നത് മാത്രമല്ല, ഇന്ത്യക്ക് കിട്ടിയ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് അയൽക്കാരനായിട്ടുള്ള നല്ല സമരക്കാരനായിട്ടുള്ള സുഹൃത്തിനെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചൈന പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ഇന്ത്യക്കത് യുദ്ധാനന്തരമായിട്ടുണ്ടായ ഒരു നേട്ടമായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ എത്രത്തോളം അതിൽ ശരിയുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് കഴിയില്ല. എന്തായാലും ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന അങ്ങനെയാണ്, ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്തെന്ന് ചൈന സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വാർത്ത നമ്മൾ കേട്ടത്. ഒരു കാരണവശാലും പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കില്ല, പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കില്ല, പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ വളരാനും അതേപോലെ തന്നെ പ്രവർത്തിക്കാനും അനുവദിക്കുകയില്ല എന്നെല്ലാം പറയുന്ന ഒരു ചൈനയാണ് നമ്മൾ കാണുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നതായിട്ടുള്ള ഈ പ്രതിഭാസത്തിൻ്റെ കൂടി ഒരു റിസൾട്ടായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ പൊതുവെ ഈ ചൈനയെ സംബന്ധിച്ച് ചൈന പണം എറിഞ്ഞ് പണം വാരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇപ്പോഴത്തെ സാഹചര്യം, ഇപ്പോഴല്ല, കുറച്ച് നാളുകളായി അങ്ങനെയാണ്. അപ്പൊ ഇനി പാകിസ്ഥാനോടൊപ്പം നിന്നാൽ ചൈനയ്ക്ക് ലക്ഷ്യങ്ങൾ കണ്ടെത്താനോ പണം വാരാനോ കഴിയില്ല. ഇപ്പോ ഭീകരതയെ വളർത്തുന്ന പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുത്താൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് അതൊരു വലിയ നേട്ടമാണ്, കാരണം പണം കിട്ടും. പക്ഷെ ഇവിടെ നിന്ന് അതുപോലും പ്രതീക്ഷിക്കേണ്ടതിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലേ ചൈന ഇപ്പോൾ ഒരു അടവുമാറ്റ നയം എടുക്കുന്നത്.